ഗായ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ എന്ത് കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫൈനലി ഞാൻ വീണ്ടും മോണിറ്റൈസേഷൻ അയക്കുകയാണ്. അതായത് വീണ്ടും മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് മുതൽ എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരു 3 years മുമ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിതുപോലെ മോണിറ്റൈസേഷനായി എനിക്ക് $15 to around $20 അടുത്ത് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ പൊട്ട ബുദ്ധി കൊണ്ട് അത് നിർത്തി പോയത്. പിന്നെ ഞാൻ വീണ്ടും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതാണല്ലോ, എന്നിട്ടാണ് വീണ്ടും ഇപ്പോൾ മോണിറ്റൈസേഷൻ അയക്കണേ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മോണിറ്റൈസേഷൻ ആയാൽ. ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്നാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ആവാൻ കാരണം എന്നുള്ളതും എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഇപ്പം എൻ്റെ പോലത്തെ സ്മോൾ യൂട്യൂബേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. കാരണം ഇതിൽ ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്, അതായത് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതായത് എൻ്റെ മോണിറ്റൈസേഷന് മാത്രമല്ല, ഈ കാണുന്ന ആൾക്കാർക്കും കൂടിയും യൂട്യൂബേഴ്സ് ഉള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യൻ്റെ ചെറിയൊരു സ്റ്റോറി കേൾക്കാം, എന്നിട്ട് നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയാം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പാണ് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതിന് ആ സമയത്ത് പറയുമ്പോൾ യൂട്യൂബ് ഒരു തരംഗമായിട്ട് അധികാരം തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലിക്കാവാൻ പറ്റി. ആ സമയത്ത് എന്താണ് മോണിറ്റൈസേഷൻ, എന്താണ് വാച്ച് അവർ ഒന്നും അറിയില്ല. പെട്ടെന്ന് ക്ലിക്കായി, പെട്ടെന്ന് അങ്ങനെ മോണിറ്റൈസേഷനായി. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പോയി ഞാൻ ഗൾഫിൽ പോയി വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഗൾഫിൽ പോയിട്ട് എനിക്ക് കൊറോണ സമയത്തൊക്കെ ആയിരുന്നു, എനിക്ക് എന്തോ അവിടെ നിൽക്കാൻ പറ്റിയില്ല, ഇങ്ങോട്ട് വരേണ്ടി വന്ന് കൊറോണ ഇഷ്യൂസൊക്കെ ആയിട്ട് അതിൽ ഞാൻ യൂട്യൂബ് നിർത്തിയതാണ്. പിന്നെ എന്നോട് ഷാമയൊക്കെ കുറേ പറഞ്ഞു റീസ്റ്റാർട്ട് ചെയ്യ് വീണ്ടും തുടങ്ങ്. ആ സമയത്താകുമ്പോൾ നല്ല ക്ലിക്കാവുന്ന സമയമായിരുന്നു. ഞാൻ എൻ്റെ യൂട്യൂബ് നിർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പം എന്തായാലും കുറച്ച് ഫോളോവേഴ്സ് എങ്ങനെ പോയാലൊക്കെ അത്യാവശ്യം നല്ല റെമ്യൂണറേഷനൊക്കെ കിട്ടിയായിരുന്നു. കാരണം ആ സമയത്ത് പറയുമ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ക്ലിക്കായിരുന്നു. ഇപ്പോൾ ഒരു 4 years ഒക്കെ ആയില്ല, എങ്ങനെ പോയാലും കിട്ടിയിരുന്നു. പക്ഷെ എന്താ ഞാൻ പൊട്ട ബുദ്ധിക്ക് നിർത്തി. പിന്നെ ഷാമയൊക്കെ ഇതുപോലെ കുറേ പറയൂട്ടോ എന്നോട് യൂട്യൂബ്. ഷാമയൊക്കെ എന്ന് പറയുമ്പോൾ ഷാമയൊക്കെ ഞാൻ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമില്ല, എന്തേലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണം. ഷാമയൊക്കെ ഒന്ന് യൂട്യൂബ് ചെയ്തോ, എനിക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ചെയ്തോ, എങ്ങനെ അതിൽ വെറുതെ ഇരിക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇതായിക്കോന്ന് എന്നോട് എപ്പോഴും പറയും. അപ്പം ഞാൻ മടിയോട് വേണ്ട ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല എന്നൊക്കെ വെച്ച്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാം നോക്കണവർക്കറിയാം, ചെറുതായിട്ട് അതുപോലെ റീൽസ് അവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ഓരോന്നൊക്കെ എടുക്കും, അങ്ങനെ ചെയ്യും. അപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഈ ഓഗസ്റ്റിൽ ഞാൻ ഒരിക്കൽ ഇതുപോലെ റീൽസിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കസിൻസിനായിട്ട് ഒരിക്കൽ ഏത് സിനിമ കാണാൻ പുറത്തുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഷോർട്സിന് പകരം ഞാൻ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ തമാശക്ക് പറഞ്ഞു. ഞാനത് അന്നൊരു 3 minute വീഡിയോ ഞാൻ ഫസ്റ്റ് എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ കൊണ്ടുപോകും, ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണത്. അത് ഞാൻ ഇട്ടപ്പോൾ അന്ന് അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാവരും പണ്ടത്തെ ആൾക്കാരൊക്കെ വീണ്ടും കാണുന്നതൊക്കെ മനസ്സിലായി. കുറച്ച് കമൻസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു, എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓഗസ്റ്റ് 29 തോന്നി ഫസ്റ്റായിട്ട് വീഡിയോ എടുത്തത്. പോസ്റ്റ് ചെയ്തത് സെപ്റ്റംബറിൽ ഞാൻ പോസ്റ്റ് ചെയ്തൊക്കെ തോന്നുന്നു. അപ്പോൾ ഒന്നും ഞാൻ വലിയ കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 7 to 8 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞ് അടുത്ത വീഡിയോ ഇടും. കാര്യമാക്കിയിട്ട് എടുത്തിട്ടേന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി എന്നുള്ള രീതിയിൽ അങ്ങനെ വീഡിയോസ് ഇട്ടുപോയി, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട്. കാരണം എന്താ, വല്ലാണ്ട് ആൾക്കാരൊന്നും കാണുന്നില്ല. കാരണം എങ്ങനെ കാണുക, ഒന്നാമത് 3 years ആയി ഞാൻ സ്റ്റോപ്പാക്കിയിട്ട് വീണ്ടും ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറ്റി. കാരണം എനിക്ക് മോണിറ്റൈസേഷൻ ആയെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, $15 to $20 വരെ ആയതായിരുന്നു. നമുക്ക് $100 ആവണം നമുക്ക് കൈക്ക് പൈസ കിട്ടാൻ, അതുവരെ നമുക്ക് കൈക്ക് പൈസ കിട്ടില്ല. അപ്പോൾ അങ്ങനെ $15-20 ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്തുണ്ടായത്, ഞാൻ നിർത്തിയല്ലോ. അപ്പോൾ നിർത്തിയിട്ട് നമ്മൾ 6 മാസത്തിന് ഇടയിൽ നമ്മൾ യൂട്യൂബിൽ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ തന്നെ കട്ടാക്കി കളയും. അതെനിക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ മോണിറ്റൈസേഷൻ പോയി, ഞാൻ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് തുടങ്ങിയതായിരുന്നു. പിന്നെ സെപ്റ്റംബർ ഇതുപോലെ ഇട്ട്, അപ്പോഴൊന്നും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഉമ്മാണിങ്ങനെ പറയണ്ടേ, അപ്പോൾ ഉമ്മന് സാലറി ഇട്ടോ. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അന്നും ഇന്നും എൻ്റെ ഏറ്റവും വലിയ 2 സപ്പോർട്ടേഴ്സ്, ഒന്നിൻ്റെ ഉമ്മയും ഒന്ന് ഷാമയൊക്കെ ഇട്ടാ. അവർ രണ്ടാളാണെങ്കിൽ പറയും ഇട്ടോ, ഷാമയൊക്കെ കൂടുതൽ ഇട്ടോ ഈ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. ഇപ്പം ഈ റീസ്റ്റാർട്ട് ചെയ്തിട്ട് മുമ്പ് പറയാ ചാനൽ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല, കാണും കാണട്ടെ, അനക്കൊരു ഇതിനെല്ലാം ഇട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ സെപ്റ്റംബറിലും ഒക്ടോബറിലൊക്കെ ഇതുപോലെ ഞാൻ ജസ്റ്റ് 7 ദിവസം കൂടുമ്പോൾ ഇടും, 6 ദിവസം കൂടുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇടും. അങ്ങനെ കൺസിസ്റ്റൻസി ഉണ്ടെന്നില്ല, എന്നിട്ട് തോന്നിയ പോലെ ഇടും, അങ്ങനെയൊക്കെ പോയി. എന്നിട്ട് ഞാൻ പിന്നെ ഒക്ടോബർ ലാസ്റ്റ് ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് ഞാൻ പിന്നെ കാര്യമാക്കി എടുക്കാൻ വിചാരിച്ച്. അങ്ങനെ ഗൾഫിൽ പോകാനുള്ള ഫസ്റ്റ് വീഡിയോ എനിക്ക് 1000 വ്യൂസ് വന്നത്. അതുവരെ അങ്ങനെ വന്നിട്ടുന്നില്ല കേട്ടോ.
ഫസ്റ്റ് ഒരു 1000 വ്യൂസ് വന്ന്. അതുപോലെ തന്നെ ഞാനൊരു ഡിസംബർ ആദ്യത്തിലാണ് ഞാൻ അതുവരെ ഇങ്ങനെ 7 കൂടുമ്പോൾ 6 കൂടുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇട്ടിരുന്നില്ല. ഡിസംബർ ഇപ്പം ഞാൻ മാർച്ചിലല്ലേ എനിക്ക് മോണിറ്റൈസേഷൻ ആയത്. ഡിസംബർ ജനുവരി ആ 2 മാസം ഞാൻ 2 ഡേ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. എങ്ങനെ പോയാലും 2-3 ഡേ അതിൻ്റെ അപ്പുറത്ത് പോയിരുന്നില്ല. അപ്പൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്ന്. ഇതുപോലെ നല്ല അത്യാവശ്യം 1000, 1500, 2000 നല്ല വ്യൂസ് വന്നിരുന്നു ഗൾഫിൽ നിന്ന്. ഡേ ഇൻ മൈ ലൈഫ് ആയാലും അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കൂടും, അതുപോലെ തന്നെ വ്യൂസും കൂടും. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കണ്ട് വിചാരിക്കും, അവരിപ്പോൾ 2 ദിവസം ശേഷം നമ്മൾ കണ്ടത് അങ്ങനെയൊക്കെ എടുക്കണ്ടാവല്ലോ ഫീഡിൽ. ഇപ്പോൾ 2 ഡേയ്സ് ആകുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് അവർക്ക് വീഡിയോ നമ്മുടെ ചാനൽ വരികയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ അവർ വീണ്ടും കാണാനായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇക്കിപ്പോൾ വേഗം മോണിറ്റൈസേഷൻ ആവാൻ ഞാൻ ഏറ്റവും വലിയ കാരണം ഞാൻ കണ്ടുപിടിച്ചത് കൺസിസ്റ്റൻസിയാണ്. അതായത് ഇപ്പോൾ ഗൾഫിൽ പോയിട്ടാണ് വാച്ച് അവർ വേണം, നമുക്ക് 4000 അവേഴ്സ് വാച്ച് അവർ വേണം മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4000 അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല, വളരെ ബുദ്ധിമുട്ടാണ് 4000 അവർ, വളരെ ബുദ്ധിമുട്ട്. കാരണം 1000 വ്യൂസ് ഒന്നും 4000 അവർ ഒന്നും പെട്ടെന്നാവില്ല. വാച്ച് അവർ വേണം. അതായത് ഒരു വീഡിയോക്ക് തന്നെ ഇപ്പോൾ ഒരു 100-200 വാച്ച് അവർ അങ്ങനെ കൂടിയിട്ടാണ്. ഇപ്പോൾ ആദ്യമൊക്കെ വാച്ച് അവർ 20-30 ഒരു വീഡിയോക്ക് അത്രേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഗൾഫിനെ കൺസിസ്റ്റൻസ് ആയിട്ട് ഞാൻ ഇട്ട് തുടങ്ങിയപ്പോൾ എന്തായി, ആൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി, ആൾക്കാർ കൂടുതലായിട്ട് വ്യൂസ് വരുന്നത് വാച്ച് അവർ കൂടുന്നൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പം നിങ്ങളിപ്പോൾ സ്മോൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ എടുക്കാനുള്ള ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറയുന്നത് ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വീഡിയോസ് ഇടുക. വ്യൂസ് ഇല്ലെങ്കിലും വേണ്ടില്ല, നമ്മൾ എങ്ങനെയല്ല വീഡിയോസ് ഇടുക. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇടുമ്പോഴൊക്കെ 500-600 വ്യൂസ് വരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, ഇത്ര ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈമിൽ ഞാൻ കളഞ്ഞതാണ്, ഞാൻ കളയില്ല, ഞാൻ എന്തെങ്കിലും ഇടാൻ വിചാരിച്ച്. അങ്ങനെ ഇട്ട് പോകുമ്പോൾ നമുക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇട്ട് പോകുമ്പോൾ നമുക്ക് വ്യൂസ് കൂടും. വ്യൂസിന് ഉപരി നമുക്ക് വാച്ച് അവർ കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും. ഞാൻ അത് ശ്രദ്ധിച്ച കാര്യമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ സ്മോൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതായത് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വീഡിയോസ് ഇടാൻ നോക്കുക. അതുപോലെ തന്നെ പിന്നെ അടുത്ത ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുമ്പോൾ 10 മിനിറ്റിന് കൂടുതൽ, അതായത് 10 മിനിറ്റ് കൂടുതൽ ലോങ് വീഡിയോസ് ഇടുക. നമുക്ക് 10 മിനിറ്റ് കൂടുതൽ വീഡിയോസ് ഇടുമ്പോഴാണ് വാച്ച് അവർ കൂടുക. ഈ 8 മിനിറ്റ് അതായത് 10-ൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ നമുക്ക് വാച്ച് അവർ കൂടില്ല. കാരണം നമുക്കിപ്പോൾ സ്മോൾ യൂട്യൂബേഴ്സിന് എങ്ങനെ പോയാലും ഒരു 500-600 1000-നുള്ളിൽ ആൾക്കാരിൽ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വലിയ യൂട്യൂബേഴ്സിനെ അടിച്ചാൽ കുഴപ്പമില്ല, സ്മോൾ ഇട്ടാലും വാച്ച് അവർ കൂടും. നമുക്കിതൊരു 10 മിനിറ്റ് കൂടുതൽ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ആൾക്കാർ കാണുമ്പോൾ 10 മിനിറ്റ് പരമാവധി ഒരു 15 മിനിറ്റ് അങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ട് നോക്കി, അപ്പോൾ നമുക്ക് കൂടുതൽ വാച്ച് അവർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് മിക്ക വീഡിയോസ് 16 മിനിറ്റ് 20 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ വേഗം വാച്ച് അവർ കൂടിയായിരുന്നു. അപ്പോൾ അതുപോലെ 2 ടിപ്പാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്മോൾ യൂട്യൂബേഴ്സിന്. ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. 2-3 ഡേയ്സിനുള്ളിൽ എങ്ങനെയും നിങ്ങൾ വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇട്ട് നോക്ക്, നമ്മൾ പരിശ്രമിച്ച് നോക്ക്. പിന്നെ അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ഇടുക, അറൗണ്ട് 10 മിനിറ്റ്സിന് കൂടുതൽ വീഡിയോസ് ഇടാം. ഈ 2 ടിപ്പാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്. ഈ 2 ടിപ്പ് തന്നെയാണ് എനിക്ക് വേഗം മോണിറ്റൈസേഷൻ ആവണം. കാരണം ഞാൻ ഡിസംബറിലാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുള്ളത്. അതുവരെ ഡിസംബർ വരെ 1000 ഉണ്ടെന്നുള്ള വാച്ച് അവർ ഞാൻ നോക്കിയപ്പോൾ 1000 ഉണ്ടെന്നുള്ള വാച്ച് അവർ. ഈ ഡിസംബർ ജാനുവരി ഈ 2 മാസം ഞാൻ കൺസിസ്റ്റൻ്റ് ആയി വീഡിയോ ഇട്ടതിലാണ് കൂടിയത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജാനുവരി ലാസ്റ്റിലാണോ ഫെബ്രുവരി ഫസ്റ്റിലായിട്ടാണെന്ന് അറിയില്ല ഹോം ടൂർ ഇട്ട് ഗൾഫിൽ. അത് ഭയങ്കരമായിട്ട് 14,000 ആൾക്കാർ കണ്ട്. പിന്നെ അത്യാവശ്യം അത് 10-ന് മേലെ എന്തോ ഉണ്ട് വാച്ച് അവർ. അതിനാൽ എനിക്ക് 2000 വാച്ച് അവർ കിട്ടിയിട്ടുണ്ട്. അത് മാത്രം വെച്ചിട്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഫെബ്രുവരിയിൽ നാട്ടിലേക്ക് വരേണ്ടി വന്നില്ല. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി പ്രതീക്ഷിക്കാൻ നാട്ടിലേക്ക് വന്നില്ല ഞാൻ. അപ്പം ഞാൻ ഫെബ്രുവരിയിൽ അധികം വീഡിയോസ് ഇട്ടില്ല. മാർച്ചിലായാലും ഞാൻ അങ്ങനെ ഗൾഫിൽ നിന്ന് ഇട്ട പോലെ ഇട്ടില്ല. ഈ ഡിസംബർ ജാനുവരി ഈ 2 മന്ത്സിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 ദിവസം കൂടുമ്പോൾ ഇട്ട് എനിക്ക് ലോങ് വീഡിയോസ് ഇട്ടതിൽ മാത്രം എനിക്ക് വാച്ച് അവർ കൂടിയെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ 3 മാസത്തിലല്ലേ ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ടിലേക്ക് വേഗം വാച്ച് അതായത് വേഗം മോണിറ്റൈസേഷൻ ആയത്. ഞാൻ എത്ര പെട്ടെന്നാവും ഞാൻ വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളും സ്മോൾ യൂട്യൂബേഴ്സാണ്, ഈ ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി, നിങ്ങളും മോണിറ്റൈസേഷൻ ആവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയ സന്തോഷമുണ്ട്, സന്തോഷമില്ല പറയാലോ. പക്ഷെ ഫസ്റ്റ് മോണിറ്റൈസേഷൻ ആയത് അത്ര സന്തോഷമില്ല. കാരണം എന്താ വെച്ചാൽ അതിലെനിക്ക് മോണിറ്റൈസേഷൻ ആയ ശേഷം വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടെന്ന്, 2000, 3000, 5000. അപ്പം എനിക്ക് ഡോളർ വേഗം കൂടിയായിരുന്നു. ഇപ്പം ഞാൻ മോണിറ്റൈസേഷൻ ആയ ശേഷം 3 വീഡിയോ കിട്ടി. ഈ 3 വീഡിയോയും കൂടിയിട്ട് ആകെയൊക്കെ $2 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, $100 വേണം. ഈ 3 വീഡിയോസിക്ക് അധികം വ്യൂസ് വന്നിട്ടില്ല, 800 എത്ര വന്നിട്ടില്ല, 1000 മുട്ടിയിട്ടില്ല.
അപ്പോൾ 1000 മേലെ വന്നാലാണ് പെട്ടെന്ന് ഡോളർ കൂടാൻ തോന്നിട്ട് എനിക്ക് അത്ര ആയിട്ടില്ലല്ലോ. അപ്പോൾ വലിയ സന്തോഷമില്ല ഇപ്പോൾ. കാരണം ഇനി $100 ആവാൻ തന്നെ എളുപ്പമുള്ള കാര്യമില്ല, എനിക്ക് നല്ലപോലെ അറിയാം. അതെങ്ങനെ ആക്കി എടുക്കാമെന്നൊക്കെ അറിയില്ല. പക്ഷെ ഞാൻ ഗീവ് അപ്പ് ചെയ്യില്ല. ഞാൻ വിചാരിച്ച കാര്യം ഞാൻ ഇപ്രാവശ്യം യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ ഗൾഫിൽ പോയ ശേഷം ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, ഗീവ് അപ്പ് ചെയ്യില്ല. എങ്ങനെ വന്നാലും എത്ര വ്യൂസ് കിട്ടിയാലും 600 ആയിക്കോട്ടെ 700 ആയിക്കോട്ടെ 500 ആയിക്കോട്ടെ എന്തെന്നെ വന്നാലും ഞാൻ ഇനി യൂട്യൂബ് നിർത്താനുള്ള പ്ലാൻ ഇല്ല സോ ഫാർ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും വയ്യായി വരാം, എനിക്ക് മാനസികമായിട്ട് വയ്യായി വരാൻ പ്രശ്നങ്ങൾ വരാം, അതല്ലാണ്ട് ഞാൻ എൻ്റെ മടി കാരണം യൂട്യൂബ് നിർത്താനുള്ള പ്ലാൻ ഇല്ല. അതാണ് ഞാനിപ്പോൾ വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി $100 ആവാം, എത്രത്തോളം എന്തായാലും അറിയാം അത്യാവശ്യം സമയം എടുക്കും. പക്ഷെ ഇതുപോലെ ഇപ്പം ഞാൻ അന്നിപ്പോൾ ഇതുപോലെ യൂട്യൂബ് നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ വേഗം മോണിറ്റൈസേഷൻ ആയിരുന്നില്ലല്ലോ. ഏതിലൊരു വീഡിയോ മതി നമ്മൾ ക്ലിക്കാവും. ഇപ്പം അന്നിൻ്റെ ഹോം ടൂർ ക്ലിക്കായി 14,000 വ്യൂസ് വന്നോടി വാച്ച് അവർ കൂടി. അതുപോലെ തന്നെ ഏതിലൊരു വീഡിയോ ക്ലിക്കായി അത്യാവശ്യം വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ $100 പെട്ടെന്ന് ആവാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായി കാത്തിരിക്കുന്നത്. എത്രത്തോളം ആവും എത്ര പെട്ടെന്ന് ആവും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കാണുക, നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇനി എന്തായാലും ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല. ഞാൻ എങ്ങനെ പോയാലും വീഡിയോസ് ഇടും. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ടൈമില്ലെങ്കിൽ ഇപ്പോൾ ഇവനായിട്ട് ഇപ്പം ഭയങ്കര പൊരിച്ചലാണ്. എനിക്ക് തോന്നുന്നു ഗൾഫിലാണ് കുറച്ചും കൂടി ടൈം കിട്ടിയായിരുന്നു തോന്നുന്നുണ്ട്. എനിക്ക് നാട്ടിൽ അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാൻ ഗൾഫിൽ ഒറ്റയ്ക്കായിരുന്നു. എന്നിട്ട് ഞാൻ 3 ടൈംസ് ഫുഡ് ഉണ്ടാക്കിയത്. എന്നിട്ടൊക്കെ എഡിറ്റ് ചെയ്യാനില്ല, അതുകൊണ്ട് സമയം കിട്ടിയത്. എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ ഒരു റൂമ് ഒരു സെർവർ, അപ്പം നമുക്കറിയാം ഇപ്പം ഇപ്പം എത്രത്തോളം പോകുന്നു. ഇവിടെ എന്ന് പറയുന്നത് വലിയ വീടും അങ്ങോട്ടോടും ഇങ്ങോട്ടോടൊക്കെ അല്ലേ, അപ്പം നമുക്ക് കണ്ടെത്തണില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ഈ വീഡിയോസ് എടുക്കും പരമാവധി ഞാൻ ഗീവ് അപ്പ് ചെയ്യണില്ല എന്നാണ് ഇൻഷാല്ല വിചാരിച്ചേക്കണേ. അപ്പം നിങ്ങളും പരമാവധി എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വേഗം $100 ആക്കാൻ നിങ്ങൾ ദുആ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം മോണിറ്റൈസേഷൻ ആയത് ഞാൻ ഒരു സന്തോഷം കൊണ്ട് വേഗം വന്ന് പറഞ്ഞു. 19-ാം തീയതിയാണ് എനിക്ക് ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. പിറ്റേഴ്സിനൊക്കെ ആയിട്ട് ചിലവർ പറഞ്ഞേക്കെ ഒരാഴ്ച പിടിക്കും നോക്കും. പക്ഷെ എന്തില്ല പിറ്റേഴ്സിനൊക്കെ മെയിൽ വന്ന് മോണിറ്റൈസേഷൻ ആയെന്ന് പറഞ്ഞിട്ട് നല്ല സന്തോഷമുണ്ട്. പക്ഷെ ഇതുപോലെ ഇതില്ല, ഡോളർ കയറുന്നില്ല. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വീഡിയോ വേഗം കയറി ഡോളേഴ്സ് വേഗം കയറി $100 ആവാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പണ്ടത്തെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ കാണാൻ നല്ല നല്ല കൊമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ അത്ര നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്മോൾ യൂട്യൂബേഴ്സിനോട് ഞാൻ പറഞ്ഞ ടിപ്പൊക്കെ ട്രൈ ചെയ്യുക. നിങ്ങൾക്കും മോണിറ്റൈസേഷൻ ആവാൻ പറ്റും. ഇക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. മനസ്സിലായി? ഇക്ക് ഞാൻ 2ാമത്തെ തവണയാണ് ഇപ്പോൾ വീണ്ടും ചാനൽ തുടങ്ങി വീണ്ടും മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ ഗീവ് അപ്പ് ചെയ്യാണ്ടിരിക്കുക. കൺസിസ്റ്റൻ്റായ വീഡിയോയുടെ ലോങ് വീഡിയോസ് ഇടുക. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അടിയിൽ എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെയും ഇതുപോലെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.